സത്യം പറയാലോ, അന്ന് ആ ദിവസം ഞാൻ ആ രാത്രി ഉറങ്ങിയിട്ടില്ല. ഹായ്, അന്ന് ഒരു ഡ്യൂട്ടി ഡേ ആയിരുന്നു. കോവിഡ് കാലത്താണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഒരു മെഡിസിൻ കാഷ്വാലിറ്റി എന്നൊരു കോൾ വന്നു. എന്നൊരു പേഷ്യൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനവിടെ ചെന്നു. കോളിൽ നോക്കുമ്പോൾ ഒരു 50-55 വയസ്സ് ഉള്ളൊരു ഒരു പുരുഷനാണ്. അദ്ദേഹത്തിന് CT എടുത്തിട്ടുണ്ട്. ബോധാവസ്ഥ കുറവാണ്, ഡ്രൗസിയാണ്. CT എടുത്തതിൽ ക്രോണിക് സബ്ഡ്യൂറൽ ഹെമറ്റോമ എന്ന് പേരുള്ള ഒരു തരം ബ്ലീഡാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തലച്ചോറിന് ചുറ്റും ഒരു ആവരണം, ഒരു പാളിയുണ്ട്. ആ പാളിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന രക്തക്കട്ടയല്ല, എന്നാൽ രക്തം വെള്ളം പോലെ, കറുത്ത വെള്ളം പോലെ രക്തം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു അസുഖം. കട്ടയല്ല, വെള്ളം പോലെ കെട്ടിക്കിടക്കുന്ന ഒരു അസുഖം. അപ്പൊ അത് തലച്ചോറിന് മുകളിൽ മർദ്ദം ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യം ഉള്ളത്. അപ്പോൾ ഇത് എന്തായാലും സർജിക്കലി കളയണം എന്നുള്ളത് തീരുമാനമായി. സ്കാൻ കണ്ടപ്പോഴേ തീരുമാനമായി. രോഗി ജസ്റ്റ് ഹോൾഡിങ് ഓൺ, മോശമായിട്ടില്ല, പക്ഷെ മോശമാവും. അതൊരു വിത്തിൻ 1 or 2 hours നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളെല്ലാം നമ്മൾ എഴുതി കൊടുത്ത് സിസ്റ്ററെ എല്ലാം ഏൽപ്പിച്ച് നമ്മുടെ ബാക്കി പേഷ്യൻസിനെ കാണാനൊക്കെ ആയിട്ട് നടന്നു. ജനറൽ സർജറി 1-2 പേഷ്യൻസിനെ കാഷ്വാലിറ്റി തന്നെ കാണാനുണ്ടായിരുന്നു. ബാക്കി കൺസൾട്ടേഷൻസ് എല്ലാം കണ്ട് ഒരു വിത്തിൻ ഒരു ½ an hour കഴിഞ്ഞ് വീണ്ടും ഇതേ മെഡിസിൻ കാഷ്വാലിറ്റിന്റെ മുന്നിൽ കൂടെ ഒന്ന് നടക്കേണ്ടി വന്നു. വെറുതെ ഒരു തോന്നലിന്റെ പുറത്ത് പോയിട്ട് ആ പേഷ്യൻ്റ് ഒന്നുകൂടെ കണ്ടു. ഞാൻ ആ കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നോ അവിടുന്ന് താഴേക്ക് പോയിട്ടുണ്ട്. കാര്യങ്ങൾ ബോധാവസ്ഥ താഴേക്ക് പോയിട്ടുണ്ട്. അയാൾക്കിപ്പോൾ നമ്മൾ പറയുന്ന അനുസരിക്കുന്ന കാര്യങ്ങളില്ല. പകരം കൈ എന്താ പറയുക, കുറച്ച് മോശമായിട്ട് ചെറിയ റെസ്പോൺസ് മാത്രമേ തലച്ചോറിൻ്റെ കിട്ടുന്നുള്ളൂ. അതേമാതിരി കണ്ണിൽ നമ്മൾ റിയാക്ഷൻ നമ്മൾ നോക്കാറുണ്ട്. ആ റിയാക്ഷൻ ഒന്നും അത്ര കിട്ടുന്നില്ല. അനൈസോകോറിയ എന്നൊക്കെ വിളിക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ അത് വന്നു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് നമ്മൾക്ക് പേഷ്യൻറ്റിനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് നെക്സ്റ്റ് ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ പേഷ്യൻ്റ് മോശമായി മരണപ്പെടാനുള്ള സാധ്യത അത്രയുണ്ട്. അപ്പോൾ ഇങ്ങനൊരു കാഴ്ച കണ്ട സ്ഥിതിക്ക് ഞാൻ അപ്പം തന്നെ വേറെ എല്ലാം ഒക്കെ മാറ്റിവെച്ച് ഈ രോഗിയെ നമ്മുടെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും അതിനുശേഷം എന്താണോ ഞാൻ ഉദ്ദേശിച്ച പ്രൊസീജിയർ അത് ചെയ്യാനുള്ള പ്ലാനുകൾ തുടങ്ങി. പെട്ടെന്ന് പേഷ്യന്റിനെ വേറെ ട്രോളിയിലൊക്കെ കയറ്റി ഒരു സൈഡിൽ പിടിച്ച് നമ്മൾ പേഷ്യന്റിനെ ഓടി നമ്മുടെ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്തു. മീൻവൈൽ അവിടെ ഫോൺ വിളിച്ച് പറഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചു. അവിടെ എന്തൊക്കെയാണ് ഇപ്പം ട്രിമ്മർ, മുടി ജസ്റ്റ് ആ ഒരു ഭാഗം മുടി എടുക്കാനുള്ള ട്രിമ്മറും ഡ്രില്ലും എല്ലാം റെഡിയാക്കി വെക്കാൻ പറഞ്ഞു. ബേസിക്കലി ഇതിന് 2 തരം സർജറിയാണ് ഇങ്ങനത്തെ കേസിൽ ചെയ്യുക. നമ്മൾ ഒന്നെങ്കിൽ തിയേറ്ററിൽ കൊണ്ടുപോയി അനസ്തീഷ്യ കൊടുത്ത് ബർഹോൾ ഇവാക്വേഷൻ എന്ന് പറയുന്ന ബർഹോൾ പേര് പോലെ തന്നെ ഒരു ഹോൾ ഇട്ടിട്ട് അതിൽ കൂടെ ഇവാക്യുവേറ്റ് ചെയ്യുന്ന ഒരു സർജറി. രണ്ടാമത്തത് ഒരു ട്വിസ്റ്റ് ഡ്രിൽ ആസ്പിറേഷൻ എന്ന് പറയും. ഒരു ഡ്രില്ല് തലന്റെ ഉള്ളിലേക്ക് ഇട്ട് അതിൽ കൂടെ ഒരു ട്യൂബ് ഇട്ടിട്ട് അതിന് പുറത്തേക്ക് പതുക്കെ അമർദ്ദമുള്ള അത്രയും ബ്ലഡിനെ പുറത്തോട്ട് കളയുക എന്നുള്ള. ഇതിൽ രണ്ടാമത്താണ് നമ്മൾ എമർജൻസി സിറ്റുവേഷനുകൾ ചെയ്യാം. അങ്ങനെ ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ പേഷ്യന്റിനെ ICUലേക്ക് എത്തിച്ച് ഡ്രിൽ ചെയ്ത് തലന്റെ ഉള്ളിലേക്ക് ട്യൂബ് ഇട്ട് ഒരു നല്ല ഗഷ് ഓഫ് ബ്ലഡ് അങ്ങ് വന്നു. ഭയങ്കര പ്രഷറിൽ ആ ബ്ലഡ് പുറത്തോട്ടും വന്നു. ഇയാള് അറിയാലോ, ഞാൻ ആദ്യം കാണുമ്പം ചെറുതായിട്ട് ഒരു അനുസരണ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കാണുമ്പോൾ ബോധമില്ല, ജസ്റ്റ് എന്തൊരു പോസ്റ്ററിങ് മാത്രമേ ഉള്ളൂ. ആ രോഗി നമ്മൾ ഇത് ചെയ്ത് ബാഗിലേക്കൊക്കെ കണക്ട് ചെയ്ത് ഡ്രസ്സിങ് ഒട്ടിക്കുന്ന ഒരു സമയമായപ്പോഴത്തേന് അയാൾ കണ്ണു തുറന്നിട്ട് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടാണെങ്കിലും സംസാരിച്ചു തുടങ്ങി. ഞാനിപ്പോൾ എവിടെയാണ്, എൻ്റെ ഭാര്യ എവിടെ, അവളെ കാണാനില്ലല്ലോ, ഞാൻ എങ്ങനെ ഇതിനകത്ത് വന്നു, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതിനുശേഷം ഒരു 5-10 മിനിറ്റോടെ അയാൾ സ്വബോധത്തിലോട്ട് എത്തിയെന്ന് പറയാം. വളരെ എന്താ പറയുക, നമ്മളെപ്പോലെയുള്ള ഒരാളായിട്ട് മാറി. ട്യൂബ് നമ്മൾ അവിടെ തന്നെ വെച്ചേക്കും, അന്നത് ഊരിയിട്ടില്ല. സത്യം പറയാലോ, അന്ന് ആ ദിവസം ഞാൻ ആ രാത്രി ഉറങ്ങിയിട്ടില്ല. അതൊരു വല്ലാത്തൊരു തരം ഒരു അനുഭൂതിയാണ് തന്നത്. കാര്യം ഒരു പേഷ്യൻ്റ് ഏതാണ്ട് മരണത്തിൻ്റെ വെർജിലെത്തിയിട്ട് അവിടെ നിന്നാണ് അയാൾ തിരിച്ചു വരുന്നത്. അത് നമ്മുടെ ഒരു വലിയ സംഭവമായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം സംഭവം ആ പേഷ്യന്റിനെ ആ ഒരു സമയത്ത് എനിക്ക് നോക്കാൻ തോന്നി, അല്ലെങ്കിൽ ദൈവം തോന്നിപ്പിച്ചു എന്ന് വേണം പറയാം. ആ ഒരു സംഗതി ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടാവുന്നത്. അതിനുശേഷം ഓഫ്കോഴ്സ് അതുപോലത്തെ 2-3 എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് ദെൻ ആദ്യത്തേത് എന്നും ആദ്യത്തെയാണല്ലോ. ഞാൻ എപ്പോഴും ആലോചിക്കും, ടൈമാണ് ബ്രെയിൻ, ടൈം ഈസ് ബ്രെയിൻ. നമ്മൾ ഈ വക അസുഖങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ട സിനാറിയോ ഒരു ഡോക്ടർ നമ്മളോട് പറയാണ് പെട്ടെന്ന് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേണ്ട, ഇതിലും നല്ല ഡോക്ടർ ഒരു 50 കിലോമീറ്റർ അപ്പുറത്തുണ്ട്, ഞങ്ങൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തോളാം എന്ന് പറയുന്ന വിവരക്കേടുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്.
കാരണം അത് അത്രയും എമർജൻസി ഉണ്ടാകുന്ന സിനാറിയോയിലാണ് ഡോക്ടർ അങ്ങനെ പറയുള്ളൂ. അല്ലാതെ ഒരു ഡോക്ടർ അത് പറയുന്നുണ്ടാവില്ല. കാരണം ഇപ്പോൾ ഒരു ട്യൂമർ, ചെറിയൊരു ട്യൂമറോ മറ്റൊക്കെ ആണെങ്കിൽ ശരി, നമുക്കറിയാം, നമുക്ക് ഇഷ്ടമുള്ള ഡോക്ടറെ അടുത്ത് നമ്മൾ പോയി കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ടൈമാണ് ബ്രെയിൻ. എത്രയും പെട്ടെന്ന് ആ പേഷ്യന്റ് നമ്മൾ ചെയ്തുകൊണ്ടാണ് അന്ന് ആ റിസൾട്ട് കിട്ടിയത്. നെക്സ്റ്റ് ഡേ, ദ വെരി നെക്സ്റ്റ് ഡേ, ഈ പേഷ്യന്റ് ഞാൻ റൗണ്ട്സിന് പോകുമ്പോൾ വാർഡിൽ അയാളെ ഒരു ചായ എല്ലാം കുടിച്ച് ഒരു ന്യൂസ് പേപ്പറും വായിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഫാമിലിയുടെ കൂടെ 2 മക്കളുണ്ട്, 2 പെൺമക്കൾ, ഭാര്യ, എല്ലാവരും ഉണ്ട്, ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അന്ന് അയാളിനോട് ചോദിച്ചു, ഡോക്ടറെ, ഞാനൊന്ന് തലയടിച്ചോ മറ്റോ വീണിട്ട് പോലും ഞാനില്ല, പിന്നെ എങ്ങനെ എനിക്ക് ഈ സാധനം വന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത് ഇതാണ്, ഈ ക്രോണിക് സബ്ഡ്യൂറൽ എല്ലായ്പ്പോഴും ഒരു ട്രോമ റിലേറ്റഡ് ആയിട്ട് തന്നെ, ഒരു പറയത്തക്ക ട്രോമ, അല്ലെങ്കിൽ വീണു എന്നോ തല ഇടിച്ചു എന്നോ പറയത്തക്കുന്ന ഒരു വലിയ ഒരു ട്രോമയ്ക്ക് ശേഷം മാത്രം വരുന്ന ഒരു തരം അസുഖമല്ല, അല്ലാതെയും വരാം. ഇപ്പോൾ ചെറിയൊരു തലകുലുക്കം പോലും ബേസിക്കലി ആ ഒരു പ്രായം എത്തുന്ന ആളുകൾക്ക് പലപ്പോഴും മതിയാവാറുണ്ട് ഇങ്ങനത്തെ അസുഖത്തിലോട്ട് പോകാനായിട്ട്. കാരണം നമ്മുടെ ബ്രെയിൻ ഷ്രിങ്ക് ചെയ്യും നമ്മുടെ ഏജ് ആയി വരുമ്പോൾ. ആ ഷ്രിങ്ക് ചെയ്യുന്ന ബ്രെയിൻ, ആ ബ്രെയിനിൽ നിന്നുള്ള നേരത്തെ പറഞ്ഞ ഡ്യൂറ എന്നുള്ള പാളിയിലേക്കുള്ള കണക്ഷൻസും മറ്റും പതുക്കെ വലിയും. അപ്പൊ ചെറിയൊരു ഹെഡ്, ഒരു ചെറിയൊരു ട്രോമ, ഒരു വളരെ ട്രിവിയൽ ആയിട്ട് അവർ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ട്രോമ പോലും ഇങ്ങനത്തെ കാര്യങ്ങൾ വരാം. അത് പ്രസന്റ് ചെയ്യുക, ഈ പേഷ്യൻ്റ് ഉണ്ടായ പോലെ ഒന്നെങ്കിൽ ബോധം കുറയാം, അല്ലെങ്കിൽ ഒരു സൈഡ് തളരാം, സംസാരശേഷി നഷ്ടപ്പെടാം. ഓക്കെ, അപ്പോൾ ഏതായാലും ഇങ്ങനൊരു സന്തോഷ അവസാനമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. ഓക്കെ, ഒരു നല്ലൊരു അവസാനമാണ് ഉണ്ടായത്. അപ്പോൾ അതാണ് ഒരു പേഷ്യൻ്റ് നമ്മൾ എമർജൻസി ആയിട്ട് ചെയ്യേണ്ടതാണെന്ന് ഒരു ന്യൂറോ സർജൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അത് എമർജൻസി ആയിട്ട് ചെയ്യണം എന്ന് തന്നെയാണ്, അതിന് വേറെ അർത്ഥമില്ല. ഓക്കെ, എല്ലാവർക്കും നല്ല ആരോഗ്യം നേരുന്നു. നന്ദി.